ഹലോ. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫ്ലവർ ബുക്കിയുടെ ഷോർട്ട്സ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലവർ ബുക്കിയുടെ ഡീറ്റെയിലിംഗ് വീഡിയോ ആണ് കേട്ടോ. മെറ്റീരിയൽസ് എവിടെ നിന്നാണ് വാങ്ങുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് വാങ്ങണം, അതുപോലെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് തന്നെ ആദ്യമായിട്ട് വേണ്ടത് സെൻറ്റഡ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ സെൻറ്റഡ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് 2-3 ബഞ്ച് ബേബി ബ്രീത്ത് ഫ്ലവേഴ്സും ആണ് കേട്ടോ. അപ്പോൾ അത് ബേബി ബ്രീത്ത് നമ്മൾ ഒറിജിനൽ അല്ല കേട്ടോ, നമ്മൾ ഇതുപോലെ സെൻറ്റഡ് ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കുന്ന ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഒരു 2-3 ബഞ്ചസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബൊക്കറ്റ് ഷീറ്റ് വേണം, അതേപോലെ നമുക്ക് സെലോ ടാപ്പ് വേണം, ചെറുതും വലുതുമായിട്ടുള്ള സെലോ ടാപ്പ് വേണം. ബൊക്കറ്റ് ഷീറ്റ് ഒരു 2-3 ബൊക്കറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്ര പീസസ് വേണമെന്ന് അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് തിരിയാൻ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മൾ ഒരു 2-3 ഏകദേശം അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു കട്ട നമ്മളൊരു ഏകദേശം ഒരു വലുപ്പത്തിലുള്ള നമ്മളൊരു ലാർജ് സൈസിൽ വരുന്നൊരു ബൊക്കറ്റാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു തെർമോക്കോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വുഡിൻ്റെ സ്റ്റിക്ക് വേണം, ഗ്ലൂ ഗണ്ണ് വേണം, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബേബി ബ്രീത്ത് ഫ്ലവേഴ്സ് ചെറിയ ചെറിയ ബഞ്ചായിട്ട് ചെറിയ നമ്മളൊരു വലിയ ബഞ്ചിൽ നിന്നാണ് ഇത്രയും ചെറിയ ബഞ്ചസ് ചെറുതായിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു പൂവ് പോലെ നമ്മൾ ചെറിയൊരു പൂവ് പോലെ നമ്മൾ കുറച്ച് ബഞ്ചസ് നമ്മൾ അതിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലവറിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെറിയ സെലോ ടാപ്പ് വെച്ചിട്ട് കുറച്ച് ബഞ്ചസ് ബേബി ബ്രീത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് സെലോ ടാപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് കട്ടിയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വുഡിൻ്റെ സ്റ്റിക്കിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ റോസും ബേബി ബ്രീത്തും തമ്മിൽ നല്ല രീതിയിൽ കട്ടിയിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്കത് സ്റ്റിക്കിൽ ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെയ്യുന്നത് കാണിച്ചു തരാം, ബാക്കിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്കിതൊക്കെ നമുക്ക് തെർമോക്കോളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. തെർമോക്കോൾ എടുക്കുക, തെർമോക്കോളിൻ്റെ അങ്ങേ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ കുത്തി കൊടുക്കുക. കുറച്ച് മുകളിലോട്ടായിട്ട് നമ്മളിപ്പോൾ ബൊക്കറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സൈസ് ഏകദേശം സൈസ് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു സൈസ് അനുസരിച്ചാണ് നമ്മൾ റോസസ് കുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് 5, പിന്നെ 4, പിന്നെ 3, പിന്നെ 2 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള ബൊക്കറ്റ് തന്നെയാണ് കേട്ടോ ബൊക്കെ തന്നെയാണ് റെഡിയാക്കുന്നത്, കുറച്ച് വലിപ്പമുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ താഴോട്ടായിട്ട് അടുത്ത ലെയർ ഓരോ ലെയർ വെക്കുമ്പോഴും താഴോട്ടായിട്ട് നമ്മൾ റോസസ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേബി ബ്രീത്ത് കാണുന്ന രീതിയിൽ ഓരോ സ്ഥലത്ത് കാണുന്ന രീതിയിൽ നമ്മൾ ഒറ്റ സൈഡിൽ മാത്രമേ ബേബി ബ്രീത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാണുന്നതും കാണാത്തതും ആ ഒരു റേഞ്ചിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വെക്കുമ്പോൾ ആ ഒരു ഇതിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മളത് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൊക്കെ റെഡിയാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഷീറ്റ് എടുക്കാം. അപ്പോൾ ഒരു ഷീറ്റ് ഇപ്പോൾ ആദ്യം എടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അപ്പോൾ അടുത്ത ഷീറ്റ് നമ്മൾ ഓരോന്ന് ആവശ്യം അനുസരിച്ച് ഓരോ ഷീറ്റ് നമ്മൾ എടുക്കാണ്ട് ചെയ്തത്. ഇന്ന് കണക്കുണ്ടായിട്ടില്ല, ഷീറ്റ് കറക്റ്റ് എടുത്തത് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അത് വീഡിയോ കഴിഞ്ഞതിന് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒരു ഷീറ്റ് എടുത്ത് നേരെ പകുതിയാക്കി, അതിൻ്റെയും പകുതിയാക്കി. അപ്പോൾ അങ്ങനെ ഒരു ഷീറ്റ് നമ്മൾ 4 കഷ്ണമാക്കിയിട്ടുണ്ട്. നേരെ പകുതി അങ്ങനെ 4 കഷ്ണമാക്കിയതിന് ശേഷം അതിന്നൊരു കഷ്ണം എടുത്ത് അതിന്നൊരു പകുതി എടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തന്നെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണമെന്നില്ല. വീഡിയോ കറക്റ്റ് ഒന്ന് കണ്ടു നോക്കുക, 1-2 തവണ വീഡിയോ കണ്ടു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, മടക്കിയിട്ട് സെലോ ടാപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മളെ ബൊക്കറ്റിൻ്റെ പുറകു വശമായിട്ട് ഉണ്ടാക്കുന്നത്, ബൊക്കറ്റിൻ്റെ ആ ഒരു ഫസ്റ്റ് പോർഷൻ. അപ്പോൾ അത് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ ബൊക്കെ നമ്മൾ അതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലവർ ബൊക്കെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെറിയ സെലോ ടാപ്പ് വലിയ സെലോ ടാപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെറിയ സെലോ ടാപ്പ് വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ഒരു റോള് കൊടുക്കാം. വലിയ സെലോ ടാപ്പ് വെച്ച് മൊത്തത്തിലൊരു റോൾ കൊടുക്കുക. എന്നാൽ പിന്നെ അതവിടെ ടൈറ്റായിട്ട് നിന്നോളും. അതിന് ശേഷം നമ്മൾ അടുത്ത കഷ്ണങ്ങൾ എടുക്കാം. അടുത്ത ബാക്കി 2 പീസസാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ആ പീസസ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ നമ്മളൊന്ന് മടക്കി കൊടുക്കാം. ആദ്യം ഒരു മടക്കി, അതിനുശേഷം രണ്ടാമത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ള രീതിയിൽ മടക്കിയതിന് ശേഷം ആ മടക്കിയ ഭാഗത്ത് നമുക്ക് സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിലും സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ അടുത്ത കാർഡും അതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അത് നമ്മൾ നമ്മളെ ബൊക്കയുടെ അടുത്ത ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു സൈഡിൽ ബൊക്കറ്റിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതേ കാർഡ്സ് തന്നെ ഇതേ ഷീറ്റ് തന്നെ നമ്മൾ അടുത്ത ഷീറ്റും ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക, മടക്കി കൊടുത്തിട്ട്
അതേപോലെ സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ഇത് ഒട്ടിച്ചതിന് ശേഷം നല്ല രീതിയിൽ സെലോ ടാപ്പ് നല്ലോണം കട്ടിയായിട്ട് തന്നെ ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ആ ബൊക്കയുടെ ഫ്രണ്ട് പോർഷനിൽ കാണുന്ന ആ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ സോഫ്റ്റ് നെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വുഡിൻ്റെ സ്റ്റിക്ക് കാണുമ്പോൾ ഒരു വൃത്തികേടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് മറക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു നെറ്റ് എടുത്തിട്ട് നമ്മൾ കഷ്ണമായിട്ട് കട്ട് ചെയ്യുക. കള്ളിയിൽ ഒരു സ്ക്വയറിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. സ്ക്വയറിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ചെറുതായിട്ട് ചുരുട്ടുക. നമ്മൾ നോർമൽ ചുരുട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ കുഞ്ഞു ഫ്ലവർ പോലെ നമ്മളങ്ങനെ കുത്തി വെച്ച് കൊടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ടൈറ്റായിട്ട് റോൾ ചെയ്തിട്ട് നമ്മൾ സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു മുൻഭാഗം നമ്മളൊരു ബോറ് മാറും. അപ്പോൾ ആ ഒരു ബോറ് മാറ്റാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ട് അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനേക്കാളും കുറച്ച് ചെറിയ കാർഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ബൊക്കറ്റ് ഷീറ്റിനേക്കാളും കുറച്ചും കൂടെ ചെറിയ ബൊക്കറ്റ് ഷീറ്റിൻ്റെ കാർഡ്സ്, അത് അടുത്ത കാർഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബൊക്കയുടെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചെറിയൊരു കാർഡും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയും കൂടി എടുത്തിട്ട് രണ്ടും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ആ സെയിം മെത്തേഡിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പകുതിയായിട്ട് മെത്തേഡിൽ നമ്മൾ പകുതിയായിട്ട് മടക്കിയിട്ട് അതിന് നമ്മൾ സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ടേപ്പിളും ചെയ്യേണ്ടത്. ഓരോന്നും ചെറിയ കാർഡ്സ് ആക്കിയിട്ട് നമ്മൾ ബൊക്കെ ഷീറ്റ് മുറിക്കുന്നതിനനുസരിച്ച് ചെറിയ ഷീറ്റ് മുറിക്കുക. ഷീറ്റ് മുറിച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ മടക്കിയിട്ട് ഒട്ടിച്ചിട്ട് ഓരോന്നും താഴോട്ടായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ബൊക്കയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് ഒട്ടിക്കാനുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഭാഗത്താണ് നമ്മൾ ലാസ്റ്റോട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഇതിലും കൂടി നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യും. ഇനി നമുക്ക് ഫ്രണ്ടും 2 സൈഡും പിന്നെ ബാക്കും അവിടെയാണ് കേട്ടോ ഇനി സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ കൂടുതലും നമുക്കിത് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ, നമ്മളൊരു ഫ്ലവർ ബൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഫസ്റ്റ് ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഒരു മനസ്സിലാവും, നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതൊക്കെ സെലോ ടാപ്പ് വെച്ച് നല്ല രീതിയിൽ റൗണ്ടിൽ നല്ലോണം കട്ടിയായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്കിനി ഫ്രണ്ടിൽ വെക്കാനുള്ള പോർഷനാണ് കേട്ടോ ഇനി കട്ട് ചെയ്യുന്നത്. ചെറിയ ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ വേറൊരു തരത്തിലാണ് കേട്ടോ നമ്മൾ മടക്കിയെടുക്കുന്നത്. നമ്മൾ വിഷറിയൊക്കെ റെഡിയാക്കൂലേ, അപ്പോൾ ആ ഒരു സൈസിൽ നമ്മളങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ 2 ഭാഗത്തും നമുക്ക് സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. 2 ഭാഗത്തും സെലോ ടാപ്പ് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു കവർ ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ആ സെയിം മെത്തേഡിൽ നമ്മൾ 4 ഭാഗത്തും ഒരേപോലെ ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുക. പിന്നെ മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് നമ്മൾ കൂടുതലും കണ്ണൂരിൽ നിന്ന് തന്നെയാണ്, ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓൺലൈൻ വഴി അധികം പർച്ചേസ് ചെയ്യാറില്ല. കൂടുതലും ഷോപ്പിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളും ഹാമ്പേഴ്സ് ബോക്സസ് ആണെങ്കിലും നമ്മൾ കൂടുതലും ഷോപ്പിൽ നിന്ന് തന്നെയാണ്. അത് കണ്ണൂരിലുള്ള ആൾക്കാരാണെങ്കിൽ കണ്ണൂർ നമ്മൾ മലബാർ ത്രെഡ് ഹൗസിൽ നിന്ന് എടുക്കലുണ്ട്. അതേപോലെ തന്നെ ബ്രദേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഷോപ്പും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കൂടുതൽ ഐറ്റംസ് നമ്മൾ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിക്കാറ് കേട്ടോ. ആ ബക്കറ്റ് ഷീറ്റ് ഇതിൻ്റെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ 4 സൈഡിലും ഒട്ടിച്ചതിന് ശേഷം നമ്മൾ മുകളിൽ ഒറ്റ ഷീറ്റായിട്ട് നമ്മൾ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ ഒരു നീളത്തിലൊരു ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഫിനിഷിങ്ങിന് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ വെച്ചതിലും ചെറിയ സൈസിൽ വരുന്ന കാർഡ്സ് കട്ട് ചെയ്തിട്ട് നമ്മളെ വിഷറി പോലെ നേരത്തെ സെറ്റ് ചെയ്തല്ലോ, അപ്പോൾ അതുപോലെയുള്ള ചെറിയ 4 കാർഡ്സ് 4 സൈഡിലും വെക്കാനും വേണ്ടിയിട്ടുള്ള ചെറിയ 4 കാർഡ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ലെയറും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. ഒരു ബൊക്കയുടെ പെർഫെക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് രണ്ടാമത് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യം ചെയ്തതിൽ നല്ല പെർഫെക്ഷൻ കിട്ടിയെങ്കിൽ നമ്മളത് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തതും ഒരു 4 സൈഡിലും അതിൻ്റെ 4 സൈഡിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലും ചെറുത് നമ്മൾ ആദ്യം എടുത്ത കാർഡ്സിനേക്കാളും ചെറിയ കാർഡ്സിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളെല്ലാം റെഡിയാക്കിയപ്പോഴാണ് നമുക്ക് ചെറിയൊരു സ്പേസ് കാണുന്നത്. ഫ്ലവറിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ സൈഡിൽ വെച്ചപ്പോൾ സ്പേസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്പേസ് കണ്ടുകൊണ്ട് തന്നെ സ്പേസ് ഉള്ള സ്ഥലത്ത് നമ്മൾ 2-3 ഫ്ലവേഴ്സ് പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2-3 ഫ്ലവേഴ്സ് നമ്മൾ വുഡിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കുത്തി കൊടുക്കാനാണ് ചെയ്തത്. കുത്തി കൊടുത്തിട്ട് നമ്മളത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ഒരു റിബൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കട്ടിയുള്ള റിബണും കൂടി കെട്ടിയിട്ട് നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവർ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ.